ഉയർപ്പ് തിരുനാളിന്റെ എല്ലാവിധ മംഗളങ്ങളും ഒത്തിരി സ്നേഹത്തോടെ യുക്രൈനിൽ നിന്നും സിസ്റ്റർ ലിജി നിങ്ങൾക്ക് എല്ലാവർക്കും നേരുന്നു. ദുഃഖവെള്ളിയില നമ്മൾ ദുഃഖം ആചരിക്കുന്നു. ചിലപ്പോഴേക്ക് എനിക്ക് തോന്നാറുണ്ട്, എന്തിനാണ് നമ്മൾ ദുഃഖവെള്ളിയിൽ ദുഃഖം ആചരിക്കുക? ക്രിസ്തുവിന്റെ സഹനങ്ങളെ ഓർത്തോ? അതിന്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ക്രിസ്തുവും അവൻ തന്റെ ജീവൻ നമുക്ക് വേണ്ടി സ്വയം നൽകിയതാണ്. ക്രിസ്തു അവൻ മനുഷ്യനായിരുന്നു, അവൻ ദൈവമായിരുന്നു. ഈ സഹനങ്ങൾക്ക് ഒരർത്ഥമുണ്ട് എന്ന്, ശരീരത്തിന്റെയും മനസ്സിന്റെയും സഹനങ്ങൾക്ക് ഒരർത്ഥമുണ്ട് എന്ന് ഉയർപ്പ് തിരുനാളില് ഈശോ നമുക്ക് തരുന്ന ഒരു വലിയ സന്ദേശമാണ്. നമ്മൾ പല രീതിയിലും സഹിക്കുന്നവരായിരിക്കാം. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ നമ്മുടെ സഹനത്തിന് യാതൊരു അർത്ഥവുമില്ല. ദുഃഖവെള്ളി, ഇംഗ്ലീഷിൽ പറയുക ഗുഡ് ഫ്രൈഡേ, നല്ല വെള്ളിയാഴ്ച. ഞാൻ വിശ്വസിക്കുന്നത് ദുഃഖവെള്ളിയില് ഈശോ പ്രലോഭനങ്ങൾ ഉണ്ടായിരുന്നിട്ടും, കുരിശിൽ നിന്ന് ഇറങ്ങി വരാൻ ആവശ്യപ്പെട്ടിട്ടും അവൻ ഇറങ്ങാതെ കുരിശിൽ തന്നെ എല്ലാം പൂർത്തിയായി എന്ന് പറയുന്ന ആ നിമിഷം വരെ സഹിച്ചത് ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹത്തെ പ്രതി മാത്രമാണ്. സ്നേഹത്തെ ഒരിക്കലും പിടിച്ചു നിർത്താനാവില്ല. അതുകൊണ്ടാണല്ലോ മരിയ മഗ്ദലേന കല്ലറയിലേക്ക് ഓടിപ്പോയത്. കല്ലറയിൽ ചെന്നപ്പോൾ കണ്ടത് ശൂന്യമായ കല്ലറ. മനുഷ്യനെ കൊല്ലുവാനായിട്ട്, മനുഷ്യനായി പിറന്ന ദൈവത്തെ കൊല്ലുവാനായിട്ട് ആർക്കും സാധിക്കുകയില്ല. ഒരു കല്ലറയ്ക്കും ആ സ്നേഹത്തെ, ദൈവസ്നേഹത്തെ പിടിച്ചു നിർത്താനാവില്ല. ദൈവസ്നേഹം ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. മംഗളവാർത്ത സമയത്ത് പരിശുദ്ധ അമ്മയിലൂടെ നല്ല വാർത്ത, സുവിശേഷം ലോകത്തിലേക്ക് പരിശുദ്ധാത്മാവിലൂടെ ദൈവം തന്നു. അതുകൊണ്ട് പരിശുദ്ധ അമ്മ സഹരക്ഷകിയായി. ഉയർപ്പ് തിരുനാളില് കുരിശു മരണത്തിലൂടെ, ഉത്ഥാനത്തിലൂടെ ഈശോ നമ്മുടെ രക്ഷകനായി. അവിടെയും ഈശോ ഉപയോഗിച്ചത് മരിയ മഗ്ദലേനയാണ്. ഒരു സ്ത്രീയാണ് ദൈവം ഉപയോഗിച്ചത് ഈ നല്ല വാർത്ത ശിഷ്യന്മാരെ അറിയിക്കാനായിട്ട്. സ്ത്രീ ദൈവത്തിന് മുൻപിൽ ഒരു രണ്ടാം നിരക്കാരിയല്ല. പുരുഷനെ പോലെ തന്നെ ദൈവം സ്ത്രീയെയും ബഹുമാനിക്കുന്നു. എല്ലാവരും സഹിക്കുന്നുണ്ടായിരിക്കും, സ്ത്രീകളും പുരുഷന്മാരും. പക്ഷെ എൻ്റെ അനുഭവത്തില് സ്ത്രീകളാണ് കൂടുതലും സഹിക്കുന്നവര്. അതുകൊണ്ടാണ് ഞാൻ സ്ത്രീകളുടെ മഹത്വം എടുത്തു പറയുക. കല്ലറയിലേക്ക് പത്രോസ്ലീഹായും യോഹന്നാനും ഓടിയെടുത്തെങ്കിലും അവരെ ഓടുവാനായിട്ട് പ്രേരിപ്പിച്ചതും ഈശോയോടുള്ള സ്നേഹം തന്നെയാണ്. ദുഃഖവെള്ളിയില് നമ്മൾ ദുഃഖിക്കണം. ഇത്രയും പീഡ സഹിച്ച നമുക്ക് വേണ്ടി രക്ഷകൻ കുരിശിൽ മരിച്ച ഉയർത്തെഴുന്നേറ്റിട്ടും ഈ രക്ഷ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഈ സമാധാനം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഈ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ദുഃഖിക്കുക തന്നെ ചെയ്യണം. ഈശോ ഉയർത്തെഴുന്നേറ്റത്, മരണം അതൊരവസാനമല്ല, അത് നിത്യജീവനിലേക്കുള്ള ഒരു പ്രയാണം മാത്രമാണ്. സഹനം അത് ദുഃഖവെള്ളിയിൽ ഒതുങ്ങുന്നതല്ല. ഉയർപ്പ് തിരുനാളിൽ അത് ഉയർത്തെഴുന്നേൽക്കുന്നതാണ്. എൻ്റെ അനുഭവവും ജീവിതാനുഭവത്തെ തന്നെയാണ്. സഹനത്തിലൂടെ നടന്നു നീങ്ങിയാലും ഒരു ഉയർപ്പ്, ഈ സഹനത്തിൽ നിന്നും ഒരു സന്തോഷം, ഒരു പുതുജീവൻ, ഒരു പുതിയ ജീവിതം, ഒരു സമാധാനം നമ്മളെയും കാത്തിരിക്കുന്നുണ്ട്. എല്ലാവർക്കും ഉയർപ്പ് തിരുനാളിന്റെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. യുക്രൈനിൽ യുദ്ധം തീർന്നിട്ടില്ല, യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഈ ഉയർപ്പ് ഞായർ ഉക്രൈൻ ജനതയ്ക്ക്
വലിയൊരു പ്രതീക്ഷയാണ്. ഈ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കണ്ടുകൊണ്ടാണ് ഇവിടെ ഓരോ ദിവസവും ഒത്തിരി പേര് മരിക്കുന്നുണ്ടെങ്കിലും ആ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് ഞങ്ങളെ ജീവിക്കാനായിട്ട് പ്രചോദിപ്പിക്കുന്നത്. എല്ലാവർക്കും ഉയർപ്പ് തിരുനാളിന്റെ മംഗളങ്ങളും സമാധാനവും ആശംസിക്കുന്നു.